ഹായ്, എന്തൊക്കെ സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. പേജ് നമ്പർ 53 ക്വസ്റ്റ്യൻ നമ്പർ 1. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു 3 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ചെയ്ത് പഠിക്കണം, നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് അങ്ങ് തുടങ്ങിയാലോ? ഓക്കെ, ചിത്രം വരച്ചില്ലെങ്കിൽ ചിത്രം ഒന്ന് വരച്ച് വെക്കണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ചിത്രം കണ്ടു കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റുന്ന ഇതേപോലത്തെ എല്ലാ ചിത്രങ്ങളും എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും വരയ്ക്കണം. വരച്ചിട്ട് വേണം അതിൻ്റെ ആൻസറുകൾ നമ്മൾ ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: ഇൻ ഓൾ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ, ഒരു 3 ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഈ 3 ചിത്രത്തിലും എന്താണ്? വൃത്തകേന്ദ്രം O ആണ്. ഓക്കെ, മലയാളത്തിൽ ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്താത്ത 3 ചിത്രങ്ങൾ ഇതിനകത്തുണ്ട്. അതിന് അത്യാവശ്യം വലിപ്പം വേണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് കേട്ടോ. ദെൻ ABC ആർ ദ പോയിൻറ്റ്സ് ഓൺ ഇറ്റ്. എയും ബിയും സിയും അതിനകത്തുള്ള പോയിന്റുകളാണ് അല്ലേ? നമ്മൾ 3 ചിത്രത്തിൽ ABC എന്ന് പറയുന്ന പോയിന്റുകൾ വൃത്തത്തിനകത്തുണ്ട്. ദെൻ കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ OBC. ഈ ഇതിനകത്തുള്ള ത്രികോണം ABC-യുടെയും OBC-ൻ്റെയും എല്ലാ കോണുകളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ലിസൺ. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ നോക്കാം. നമുക്ക് ഈ ചിത്രങ്ങളുടെ ABC-ൻ്റെയും OBC-ൻ്റെയും ആംഗിൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ABC എടുക്കാം. ഒന്നാമത്തെ ചിത്രം എടുക്കാം കേട്ടോ. ഒന്നാമത്തെ ചിത്രം ശകലം വലുപ്പം വെച്ചാലോ? കുറച്ച് വലുതാക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ABC, ത്രികോണം ABC, ഇതാണ് വലിയ ആംഗിൾ അല്ലേ? ABC. ഒന്നാമത്തെ ചോദ്യം നോക്കട്ടോ. ഇത് ഒന്നാമത്തെ. ഓക്കെ, ABCൻ്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് 20 ഡിഗ്രി എന്നും 30 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? AO ജോയിൻ ചെയ്യാം. എന്ത് ചെയ്യാം? ജോയിൻ OA അല്ലെങ്കിൽ AO. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ആ കാര്യമാണ് ചെയ്യേണ്ടത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസലസ് ട്രയാങ്കിൾ, സമഭുജ ത്രികോണം എന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റർ എന്ത് ചെയ്യുന്നത്? ജോയിൻ ചെയ്യുന്നത്. നമ്മളിവിടെ എന്ത് ചെയ്തു? ജോയിൻ OA വരച്ചു. OA വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഇവിടെ OAയും അതേപോലെ തന്നെ OBയും OCയും ഈക്വലാണ്. OA ഈസ് ഈക്വൽ ടു OB ഈസ് ഈക്വൽ ടു OC. എന്തുകൊണ്ടാണ്? OA എന്ന് പറയുന്നത് വൃത്തത്തിലെ ഒരു ആരമാണ്, സർക്കിളിലെ ഒരു റേഡിയസ് ആണ്. OB എന്ന് പറഞ്ഞാലും എന്താണ്? സർക്കിളിലെ ഒരു റേഡിയസ് ആണ് അല്ലേ? OB എന്ന് പറയുന്നത് റേഡിയസ് അല്ലേ? അതെ. ദെൻ അതേപോലെ തന്നെ OC എന്ന് പറഞ്ഞാലോ? അതും റേഡിയസ് ആണ്. അതും എന്ത് തന്നെയാണ്? ആരം തന്നെയാണ്. ആണോ? നമുക്ക് എന്ത് ചെയ്യാം? റേഡി എന്ന് എഴുതാം. RADII, റേഡി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ ആരങ്ങളുണ്ടെങ്കിൽ നമ്മൾ റേഡി എന്നാണ് പറയുക കേട്ടോ. റേഡി, ആരങ്ങൾ. OAയും OBയും OCയും റേഡിയസ് ആണ്. ഒരു സർക്കിളിലെ റേഡിയസുകളൊക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു വൃത്തത്തിലെ ആരങ്ങളുടെ നീളങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. എല്ലാ ആരങ്ങളും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് OAയും OBയും OCയും എന്താണ്? ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ OAയും OBയും OCയും ഈക്വൽ ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ച മക്കളെ, AOB എന്ന് പറയുന്ന ഒരു ത്രികോണം ഇങ്ങോട്ട് എടുത്താലോ? ത്രികോണം നമുക്ക് വേണമെങ്കിൽ നൈസായിട്ട് കളർ കൊടുക്കാം. കണ്ടോ? AOB എന്ന് പറയുന്ന ത്രികോണം എടുത്താലോ? എന്താ AOBൻ്റെ പ്രത്യേകത? എന്താ AOBൻ്റെ പ്രത്യേകത? AOയും OBയും ഈക്വലാണ്. ഈ 2 വശങ്ങൾ എന്താണ്? തുല്യമാണ്. ഈ 2 വശങ്ങൾ എന്താണ്? തുല്യമാണ്. 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ത്രികോണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ഐസോസലസ് ട്രയാങ്കിൾ. എന്താ വിളിക്കുന്നത്? ഐസോസലസ് ട്രയാങ്കിൾ, ഇല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. എന്താണ്? സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസലസ് ട്രയാങ്കിൾ. എന്താണ് ഐസോസലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത? 2 വശങ്ങൾ തുല്യമായിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും? 2 കോണുകളും തുല്യമായിരിക്കും. എന്താ മക്കളെ? 2 വശങ്ങളും 2 കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. 2 sides and
ടു ആംഗിൾസ് ആർ ഈക്വൽ. രണ്ട് വശങ്ങളും രണ്ട് കോണുകളും തുല്യമായിരിക്കും. ആരുടെ? ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ. ഐസോസെലസ് ട്രയാങ്കിൾ സമ പാർശ്വ ത്രികോണങ്ങളുടെ. ഓക്കെ, അങ്ങനെയെങ്കിൽ മക്കൾ ഇവിടെ നോക്കടാ, ഇത് 20 ഡിഗ്രി എന്നാണ് കൊടുത്തത് അല്ലേ? അങ്ങനെയെങ്കിൽ ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 20 ഡിഗ്രി, 20 ഡിഗ്രി ആയിരിക്കും. കാരണം രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ. അതൊക്കെ വിട്, അതൊന്നും പോണ്ട. നമുക്ക് ഈ കാര്യം ഓർത്ത്, രണ്ട് വശങ്ങൾ തുല്യമാണ്, അതുകൊണ്ട് രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി മറ്റൊരു കോണും കൂടി ഉണ്ടല്ലോ. ഇവിടെ നോക്കിക്കേ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ ചെയ്താലോ? ഇത് കണ്ടോ, ഇതാ ഈ ത്രികോണം. എന്താണ് ഈ ത്രികോണത്തിൻ്റെ പ്രത്യേകത? ഇതും ഐസോസെലസ് ആണ്. കാരണം നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഒ എയും ഒ സിയും എന്താണ്? ഈക്വലാണ് അല്ലേ? ഒ എ ആൻഡ് ഒ സി രണ്ടും എന്താണ്? ആരങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ഇവിടെ? അതും എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അതും എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, രണ്ട് വശങ്ങൾ തുല്യമാണ്. അതായത് ഈ വശവും എന്താണ്? ഈക്വലാണ്. അതുകൊണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 30 ആണെങ്കിൽ അതും എത്ര ഡിഗ്രി ആയി? 30 ഡിഗ്രി ആയി. ഇനി ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ എ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെന്ന് കിട്ടിയോ? ആംഗിൾ എ എത്രയാണ്? എങ്ങനെ 50 എന്ന് കിട്ടിയേ? ഈ 20ഉം 30ഉം, ഈ 20ഉം 30ഉം കൂട്ടി കഴിയുമ്പോൾ നമുക്കിത് എത്ര ഡിഗ്രി ആണെന്ന് കിട്ടി? 50 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഒ എന്ന് പറയുന്നില്ലെങ്കിൽ BOC എന്ന് പറയുന്ന ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. ഒരാർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിള് സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാക്കിയ ആംഗിൾ എത്രയാണെന്ന് നമുക്കിവിടെ അറിയാം. എത്രയാണ്? 50 ആണ്. മറുചാപത്തിലുണ്ടാക്കിയത് 50 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിൽ സെൻറ്ററിലുണ്ടാക്കിയ ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ പകുതിയാണ് അതെങ്കിൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കുമല്ലോടാ ഇത്. അങ്ങനെയെങ്കിൽ അത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഒന്ന് പറയണം, എത്രയായിരിക്കും? 100. എത്രയായിരിക്കും? 100 ഡിഗ്രി. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, കിട്ടിയല്ലോ. അത് എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ബിയിലെയും സിയിലെയും ഈ കോണുകൾ കൂടി അറിയണം. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? നമുക്ക് ഒരു കളറും കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ നീല നിറത്തി കൊടുക്കുകയാണ് ഒരു ത്രികോണം. ഓക്കെ, ഇത് നമ്മൾ പണ്ട് ക്രയോൺസൊക്കെ വെച്ചിട്ട് കളർ അടിക്കില്ല, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പെൻസിലും കൊണ്ട് അതേപോലെയൊക്കെ തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ നീല ത്രികോണത്തിന് ഈ ത്രികോണത്തിൽ ഈ ആംഗിളും എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ത്രികോണത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇപ്പോൾ ഞാൻ ഈ കളർ അടിച്ച് വെച്ചിരിക്കുന്ന ട്രയാങ്കിളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട് അല്ലേ? OBയും OCയും ഈക്വലാണ്. OB ഈസ് ഈക്വൽ ടു OC. ആരങ്ങളാണ്, റേഡിയസ് ആണ്. രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് BOC എന്ന് പറയുന്ന നമ്മുടെ ഈ നീല ത്രികോണവും എന്ത് തന്നെയാണ്? ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമാണ്. അതിനകത്ത് ഒരാംഗിൾ നമുക്കറിയാം. എത്രയാണ്? 100 ഡിഗ്രി. അങ്ങനെയെങ്കിൽ മറ്റ് രണ്ട് കോണുകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഒരാംഗിൾ അറിയാലോ. എല്ലാ കോണുകളും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. ഒരു ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും, 180 ഡിഗ്രി കിട്ടും. ഓക്കെ, 180 മൈനസ് ഒരാംഗിൾ അറിയാം. എത്ര ഡിഗ്രി? അത് 100 ഡിഗ്രി ആണെന്നറിയാം. ആണോ? 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2. എന്തിനാണ് ഞാൻ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതിയേ? ഈ രണ്ട് കോണുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ഐസോസെലസ് ആണ്. രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആണെന്ന് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഈക്വൽ രണ്ട് കഷ്ണങ്ങൾ കിട്ടിയില്ലേ? അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 180ൽ നിന്ന് 100 കുറച്ചാൽ എത്ര കിട്ടും? 80 എന്ന് കിട്ടും അല്ലേ? 80/2. 80നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാടാ? 80ൻ്റെ പകുതി എത്രയാ? 40 ഡിഗ്രി. നമുക്ക് എത്ര ഡിഗ്രി എന്ന് കിട്ടി? 40 ഡിഗ്രി എന്ന് കിട്ടി. എത്ര ഡിഗ്രി എന്ന് കിട്ടി? 40 ഡിഗ്രി എന്ന് കിട്ടി. നമുക്കൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. ദിസ് ഈക്വൽ ടു 40 ഡിഗ്രി, 40 ഡിഗ്രി. അപ്പം ആംഗിൾ എത്ര ഡിഗ്രി ആയി? 40 ഡിഗ്രി ആയി. ഇനി നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എഴുതണം. നമ്മളോട് ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ABCയുടെയും OBCൻ്റെയും എല്ലാ കോണുകളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആണോ? അങ്ങനെയെങ്കിൽ ഇൻ ട്രയാങ്കിൾ ABC
ട്രയാങ്കിൾ എ ബി സി അങ്ങനെ എഴുതണം കേട്ടോ. ത്രികോണം എ ബി സിയിൽ ആംഗിൾ എ എത്രയാണ്, ആംഗിൾ ബി എത്രയാണ്, ആംഗിൾ സി എത്രയാണ്? ആംഗിൾ എ എത്രയാണ്? 20 30 50 ഡിഗ്രി. ആംഗിൾ ബി എത്രയാണ്? 40 20 40 20 എത്രയാ? 60 ഡിഗ്രി. ആംഗിൾ ബി. ആംഗിൾ സി എത്രയാണ്? 40 30 40 30 എത്രയാണ്? 70 ഡിഗ്രി. എ ബി സിയിലെ എല്ലാ കോണുകളും കിട്ടി. ഇനി അതേപോലെ എന്ത് എഴുതണം? ഒ ബി സിയിൽ എഴുതാം. ഇച്ചിരി മേളിൽ എഴുതാണ്, സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇൻ ട്രയാങ്കിൾ ഒ ബി സി മലയാളത്തിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഒ ബി സിയിൽ. ഒ ബി സിയിൽ ഒ ബി സിയിൽ ആംഗിൾ ഒ എത്രയാണ്? ആംഗിൾ ഒ എത്രയാണ്? ഒ ബി സി എന്ന് പറയുന്ന നീലത്രികോണം മാത്രമേ എടുക്കുന്നുള്ളൂ. ഒ എത്രയാണ്? 100 ഡിഗ്രി 100 ഡിഗ്രി. ദെൻ ബി എത്രയാണ്? 40 ഡിഗ്രി. സി എത്രയാണ്? അതും 40 ഡിഗ്രി. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യണം? ഈ അളവുകൾ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. ഓക്കെ, മനസ്സിലായില്ലേ? സംഭവം സിമ്പിളല്ലേ? അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഞാൻ ഇതൊന്ന് മായ്ക്കാം, കാരണം മായ്ച്ചില്ലെങ്കിൽ അടുത്ത എഴുതാൻ നമുക്കൊരു സ്ഥലം കിട്ടില്ലല്ലോ. ഇത് മായ്ച്ചോട്ടെ. ശരി, അങ്ങനെയെങ്കിൽ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളവിടെ ഒ എ ആണ് വരച്ചതില്ലെങ്കിൽ എ ഒ. ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാം? എന്ത് വരയ്ക്കാം എന്ന് പറഞ്ഞേ. വെച്ച് കഴിഞ്ഞു. എന്ത് വരയ്ക്കാം? ജോയിൻ ഒ ബി. നമുക്കിവിടെ ഒ ബി കൂട്ടി വരയ്ക്കാം. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ വരച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഒ ബി കൂട്ടി വരയ്ക്കാം. അങ്ങനെയെങ്കിൽ നേരത്തെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നേരെ ആൻസറിലോട്ട് പോട്ടെ. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ത്രികോണങ്ങളൊക്കെ എന്ത് തന്നെയാണ്? 3 ത്രികോണങ്ങളുടെ 3ഉം എന്താണ്? ഐസോസെലസ് ട്രയാങ്കിളാണ്, ഇല്ലെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും, സംശയമൊന്നുമില്ല അല്ലേ? ഇനി ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 40 40 80. അപ്പോൾ ഒ എത്രയായിരിക്കും? ഒരു ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുക. അപ്പോൾ ഇത് 40 40 80. ഇനി എത്രയും കൂടി വേണം 180 കിട്ടാൻ? 100 ഡിഗ്രി. കിട്ടിയോ? 100 ഡിഗ്രി. ഇനി ഇത് 100 ഡിഗ്രി ആയി. ഇനി ഈ ആംഗിൾ എത്രയാണ്? ഇപ്പുറത്തെ ചോദ്യം നോക്കി എഴുതരുത്. ഇപ്പുറത്തെ ചോദ്യം നോക്കി എഴുതരുത്. ഏതാണ്ട് കാണുമ്പോൾ അതേപോലെയൊക്കെയാണെന്ന് ഓർത്തിട്ട് ഞാൻ ഇതാണ് പഠിച്ചെന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് കിടക്കട്ടെ എന്നും വേണ്ട. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് കണ്ടുപിടിച്ച് പോകാം. ഓക്കെ, ഈ ആംഗിൾ എത്രയാണെന്ന് കിട്ടും. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് 100 അല്ലേ? ഇത് എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ മറുചാപത്തിലുണ്ടാക്കുന്ന ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് മുഴുവൻ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണ് കേന്ദ്ര കോണിൻ്റെ സെൻട്രൽ ആംഗിളുടെ ഹാഫ് ആണ്. അപ്പോൾ ഇത് 50 ഡിഗ്രിയാണ്. അതിൽ ഈ കുഞ്ഞു ഭാഗം 30 അങ്ങനെയെങ്കിൽ ബാക്കി ഭാഗം എത്ര ഡിഗ്രി ആയിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. ഇത് തന്നെയല്ല സാറേ അപ്പുറം കിടക്കുന്നതെന്ന് ചിന്തിക്കല്ലേ. ഇത് വേറെ ചോദ്യമായിട്ട് തന്നെ കണക്കാക്കുക. ഓക്കെ, എന്നാലേ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. കാരണം പരീക്ഷയ്ക്ക് തരുമ്പോൾ ഇത് 3 ഒരുമിച്ച് തരില്ല, ഏതെങ്കിലും ഒന്നേ തരുള്ളൂ. അപ്പോൾ തിരിച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചേ പറ്റുള്ളൂ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സിമ്പിളല്ലേ? ഓക്കെ, അപ്പോൾ 20 ഡിഗ്രി. ഇത് 20 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? അതും 20 ഡിഗ്രി. കാരണം എ ഒ ബി എന്ന് പറയുന്നത് സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. എല്ലാം കഴിഞ്ഞോ? നേരത്തെ ചോദ്യം വെച്ചൊക്കെ ആണെങ്കിൽ ഏകദേശം എല്ലാം കഴിഞ്ഞു അല്ലേ? നമുക്ക് നോക്കാം കഴിഞ്ഞോ എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എടുത്തെഴുതണം അല്ലേ? ഇൻ ട്രയാങ്കിൾ എ ബി സി, ത്രികോണം എ ബി സിയിലെ കോണുകൾ അറിയണം. ആംഗിൾ എ എത്ര? ആംഗിൾ ബി എത്ര? ആംഗിൾ സി എത്ര? പറഞ്ഞേ. ആംഗിൾ എ എത്ര? ആംഗിൾ എ ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ. ആംഗിൾ എ എത്രയാണ്? 20 40 60 ഡിഗ്രി. ആംഗിൾ ബി മേളിലാണ് കിടക്കുന്നത്, നേരത്തെ കാട്ടും വ്യത്യാസമുണ്ട്. ആംഗിൾ ബി എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി 50 ഡിഗ്രിയാണ്. ദെൻ ആംഗിൾ സി ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. ആംഗിൾ സി എത്രയാണ്? കൂട്ടി നോക്കി, 30 40 70 ഡിഗ്രി. ഇനി എന്ത് വേണം? ഇൻ ട്രയാങ്കിൾ ഒ ബി സി, ത്രികോണം ഒ ബി സിയിൽ ഏതാണ് ത്രികോണം ഒ ബി സി? ഏതാ? ഒ ബി സി. ദിസ് ഈസ് എ ട്രയാങ്കിൾ. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത സാധനമല്ല. ചാടിക്കയറി ഉത്തരം എഴുതരുത്. പലപ്പോഴും പല കുട്ടികളും ഞാൻ സാധാരണ റെഗുലർ ക്ലാസ്സുകളിൽ ഞാൻ കാണാറുണ്ട്, ചാടിക്കയറി അങ്ങോട്ട് എഴുതി വയ്ക്കും ഇതാണ് ഉത്തരമെന്ന് പറയും. ത്രികോണം ഒ ബി സി ആണ്, ട്രയാങ്കിൾ ഒ ബി സി ആണ്. ഒ ബി സിയിൽ ഈ ആംഗിൾ 30 ഇത് 30 ആണെന്നറിയാം. ഇതെത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് 30 ഇത് 30 30 30 60.
അങ്ങനെയെങ്കിൽ ഇതെത്രയായിരിക്കും? എല്ലാ കോണുകളും കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുക, ആണോ? അപ്പോൾ ബാക്കി രണ്ടും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 30 60 എന്ന് കിട്ടി. 180 എന്ത് ചെയ്താൽ മതി? 60 കുറച്ചാൽ മതി. 180 നിന്ന് 60 കുറച്ച് എത്ര ഡിഗ്രി കിട്ടും? 120 ഡിഗ്രി കിട്ടും. അങ്ങനെയെങ്കിൽ ആംഗിൾ ഒ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. 120 ഡിഗ്രി ആയിരിക്കും, കാരണം ഒരു ത്രികോണമാണത്. ദെൻ അടുത്തത് ആംഗിൾ എന്തൊക്കെയാണ്? ബി അറിയണം അല്ലേ? ആംഗിൾ ബി എത്രയാണ്? ഈ ത്രികോണത്തിൽ ആംഗിൾ ബി എത്രയാണ്? 30 ഡിഗ്രി, നേരത്തെ എഴുതിയ പോലെ തന്നെ. ആംഗിൾ സി എത്രയാണ്? ഇതാ ഈ ഡിഗ്രി. ഇത് എത്രയാണ്? 30 ഡിഗ്രി. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒറ്റ വീഡിയോ തന്നെ തീർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നോക്കുമ്പോൾ എല്ലാം ഒരേ ടൈപ്പാണ്, എല്ലാം ഒരേ ടൈപ്പ് ചോദ്യങ്ങളായതുകൊണ്ടാണ് ഒറ്റ വീഡിയോ തന്നെ തീർക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെയും നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ബി സി, ട്രയാങ്കിൾ എ ബി സിൻ്റെയും ഒ ബി സിൻ്റെയും കോണുകൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കാം, തന്നിരിക്കുന്ന അളവുകൾ വെച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരാർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിൾ സെൻറ്റർ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണ് കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും. അപ്പം ഞാനൊരു ആർക്ക് വരയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് സി എന്ന് പറഞ്ഞ ആളുണ്ട്, സി എന്ന് പറയുന്ന കോൺ അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇവിടെ നോക്ക്, എ സി എന്ന് പറയുന്ന ചാപം അല്ലെങ്കിൽ കോഡ് സെൻറ്ററിലുണ്ടാക്കിയ ആംഗിളാണ് 40. വേണം നമുക്ക് കളർ ചെയ്ത് നോക്കാം. കണ്ടോ? എ സി സെൻറ്ററിലുണ്ടാക്കിയ ആംഗിളാണ് 40. ഓക്കെ. ഇതേ എ സി വേറെ എവിടെയെങ്കിലും കോൺ ഉണ്ടാക്കുന്നുണ്ടോ? വേറെ എവിടെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഈ 40ൻ്റെ പകുതിയായിരിക്കും അത്, അല്ലേ? കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും. നോക്കി, ഇത് സെൻറ്ററാണ്. ഇതേ ആൾ തന്നെയല്ലേടാ ബിയിലേക്ക് ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത്? നോക്കി, ആണോ? ബിയിൽ ആംഗിൾ ഉണ്ടാക്കിയത് ആര് തന്നെയാണ്? നമ്മുടെ എ സി തന്നെയാണ്. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയാണ് നിങ്ങൾക്ക് പറയാമോ? എത്ര ഡിഗ്രി ആയിരിക്കും അത്? 20 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും, കാരണം കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും. ഇതേ കോൺസെപ്റ്റ് തന്നെ നമുക്ക് അടുത്ത കേസിൽ നോക്കാം. ഇവിടെ അടുത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ ഏതിൻ്റെയാണ്? ബി സി. ബി സി എന്ന് പറയുന്ന ചാപത്തിൻ്റെ കേന്ദ്ര കോണാണ് അല്ലേ? ഞാനിത് കളർ മാറ്റി ഇവിടെ വരയ്ക്കുകയാണ്. ഇതാ ബി സി എന്ന് പറയുന്ന ആർക്ക്. വേണമെങ്കിൽ പച്ചയ്ക്ക് വരയ്ക്കാം അല്ലേ? ഇതാ ബി സി എന്ന് പറയുന്ന ആർക്ക്. നേരത്തെ കാര്യം അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്ക്, നമുക്കിനി ബി സി മതി. ബി സി എന്ന് പറയുന്ന ആർക്ക്, ഈ ആർക്ക് സെൻറ്ററിലുണ്ടാക്കിയത് 70 ഡിഗ്രിയാണ്. ഈ ബി സി വൃത്തത്തിൻ്റെ മറ്റ് ഏതെങ്കിലും ഭാഗത്ത് ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഇതേ ബി സി ആണ് ഇവിടെ ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കിയേ, ഈ ആംഗിൾ കണ്ടോ? എയിൽ ആംഗിൾ ഉണ്ടാക്കിയേക്കുന്നതും ആര് തന്നെയാണ്? ഇതേ ബി സി തന്നെയാണ്. കാരണം ബി സിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ആംഗിൾ പോയിട്ടുള്ളത്, ആണോ? അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇതേ ബി സി മറുചാപത്തിലുണ്ടാക്കിയ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 70ൻ്റെ പകുതി. 70ൻ്റെ പകുതി എത്രയായിരിക്കും? 35 അല്ലേ? 35 ഡിഗ്രി ആയിരിക്കും. ഇതുകൊണ്ട് കഴിഞ്ഞോ? നമുക്ക് ട്രയാങ്കിൾ എ ബി സിൻ്റെയും ഒ ബി സിൻ്റെ അളവുകളാണ് അറിയേണ്ടത്. എ ബി സി, എ ബി സി, എ ബി സിൻ്റെ അളവുകൾ അറിയണം. എങ്ങനെ കണ്ടുപിടിക്കാം? വേറെ വഴിയില്ല അല്ലേ? ഇനി പോട്ടെ, നമുക്കറിയാലോ ഒ എ ബി എന്ന് പറയുന്നത്, എ ഒ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ഇത്രയും നേരത്തെ 2 ക്വസ്റ്റ്യനിൽ നിന്ന് ചെയ്തതനുസരിച്ച്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ആംഗിൾ ഇത് ഈ ആംഗിൾ എത്ര ഡിഗ്രിയാടാ? എത്ര ഡിഗ്രിയാണ്? ഒന്ന് 40ഉം ഒന്ന് 70ഉം. 40ഉം 70ഉം എത്ര ഡിഗ്രിയാണ്? 110 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ആംഗിൾ എത്രയാണ്? 110 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ആംഗിളും കണ്ടുപിടിച്ചൂടെ? അതായത് ഏതാ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ടത്? എ ഒ ബി എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചുള്ള ട്രയാങ്കിൾ എ ഒ ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ഈ ആംഗിളും എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് 110 അല്ലേ? അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 180 മൈനസ് 110/2. കാരണം ഇതെന്താണ്? ഐസോസെലസ് ട്രയാങ്കിളാണ്, സമപാർശ്വമാണ്. അപ്പോൾ ഒരു ആംഗിൾ കിട്ടിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? 180 നിന്ന് അത് കുറയ്ക്കാം, 2 കൊണ്ട് ഹരിക്കാം. 180 നിന്ന് 110 കുറച്ച് എത്ര കിട്ടും? 70 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ? 70/2 സമം 35 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രിയായി? 35 ഡിഗ്രിയായി. ഈ ആംഗിളും എത്ര ഡിഗ്രിയായി? 35 ഡിഗ്രി, 35 ഡിഗ്രിയായി. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. ട്രയാങ്കിൾ എ ബി സിൻ്റെ കോണുകളെല്ലാം ആയോ?
ഒ ബി സിൻ്റെ ആയോ? ഒ ബി സി ഇത് കിട്ടണം. എ ബി സി കണ്ടുപിടിക്കണമെങ്കിൽ എ ബി സി ഈ ആംഗിൾ എത്രയാണെന്ന് കിട്ടണം. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ എ സി ബി കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ എ സി ബി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ രണ്ട് കോണുകൾ ഒരെണ്ണം 35 ഡിഗ്രിയും ഒരെണ്ണം 20 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. ഒരെണ്ണം 35 ഡിഗ്രിയും ഒരെണ്ണം 20 ഡിഗ്രിയാണെന്നറിയാം. ഇനി അതല്ലാതെ ആണെങ്കിൽ എന്ന് കണ്ടുപിടിക്കാം മക്കളെ. ഒരു ചാപം നോക്കിക്കേ, കേന്ദ്രത്തിലുണ്ടാക്കിയ കോണം 110 ഡിഗ്രിയാണ്. അതേ ചാപത്തിലുണ്ടാക്കുന്ന കോണാണിത്. അതേ ചാപത്തിൽ അതേ ആർക്കിലുണ്ടാക്കുന്ന ആംഗിളാണിത്. അങ്ങനെയെങ്കിൽ അത് എത്രയായിരിക്കും? ആംഗിൾ സി കണ്ടുപിടിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ ആംഗിൾ എ സി ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180 - c/2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. കാരണം എ ബി സെൻറ്ററിലുണ്ടാക്കിയ ആംഗിൾ 110. അങ്ങനെയെങ്കിൽ 110/2 180 കുറയ്ക്കണം 110/2. അങ്ങനെയെങ്കിൽ 180 നിന്ന് 110ൻ്റെ പകുതി എത്രയാണ്? 55 ഡിഗ്രി. 180 കുറയ്ക്കണം 55 എത്ര ഡിഗ്രി എന്ന് കിട്ടും? നമുക്ക് 125 ഡിഗ്രി എന്ന് കിട്ടും. നമുക്കെന്ത് കിട്ടും? 125 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ കോണ് മുഴുവൻ എത്ര ഡിഗ്രിയാണെന്ന് കിട്ടി? 125 ഡിഗ്രിയാണെന്ന് കിട്ടി. 125 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നോക്കാം നമുക്ക് ട്രയാങ്കിൾ എ ബി സിൻ്റെ എല്ലാ കോണുകളുമായില്ലേ? ഇൻ ട്രയാങ്കിൾ എ ബി സി, ഇൻ ട്രയാങ്കിൾ എ ബി സി, ഞാനിങ്ങനെ മാത്രം എഴുതാൻ സ്ഥലമില്ലേ. ട്രയാങ്കിൾ എ ബി സി, ത്രികോണം എ ബി സിയിൽ, ത്രികോണം എ ബി സിയിൽ ആംഗിൾ എ എത്രയാണ്? ആംഗിൾ എ ത്രികോണം എ ബി സി 35 ഡിഗ്രി. ആംഗിൾ ബി എത്രയാണ്? എത്രയാണ് എ ബി സിയിൽ? 20 ഡിഗ്രി ആണോ? 20 ഡിഗ്രിയാണ്. ദെൻ ആംഗിൾ സി എത്രയാണ്? സി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആംഗിൾ സി എത്രയാണ്? 125 ഡിഗ്രി. എടുത്തെഴുതണേ. ആംഗിൾ സി വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 125 ഡിഗ്രി. അപ്പം എ ബി സിയിലെ എല്ലാ കോണുകളും നമുക്ക് കിട്ടി. ഇനി എന്തിലേക്ക് കൂടി കണ്ടുപിടിക്കണം? ഒ ബി സിയിലെ എല്ലാ കോണുകളും കണ്ടുപിടിക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഒ ബി സിയിലെ എല്ലാ കോണുകളും, ഒ ബി സി, ഒ ബി സി. ഇവിടെ നോക്കുക, ഒ ബി സിയിലെ ആംഗിൾ ഒ എത്രയാണ്? ഒ, ഇതാണ് ഒ ബി സി. ഒ ബി സിയിൽ ഒ എത്രയാണ്? 70 ഡിഗ്രിയാണ് ആണോ? ആംഗിൾ ബി എത്രയാണ്? ഇതാണ് ബി എന്ന് പറയുന്നത്. 20ഉം 35ഉം 55 ഡിഗ്രി. ത്രികോണം ഒ ബി സി എന്ന് പറയുന്നതും എന്ത് ത്രികോണമാണ് മക്കളെ? അതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്, ഇല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. അങ്ങനെയെങ്കിൽ ഇത് 35 ഡിഗ്രി ആണെങ്കിൽ, സോറി, ഇത് 55 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? ഇതും എത്ര തന്നെയായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. ഇതും 55 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ആംഗിൾ സി ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി എന്ന് എഴുതാം? 55 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ചോദ്യം ഒന്നും കൂടി നോക്കുക. എന്നിട്ട് കുറച്ച് സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ പോസ് ചെയ്തിട്ടോ കണ്ടു നോക്കുക കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.